ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്നൊരു സ്പെഷ്യലായാലോ? മുഗലായി ചിക്കൻ. പേര് പോലെ തന്നെ സ്പെഷ്യലാണ് ടേസ്റ്റിലും. അപ്പോൾ 1/2 കിലോ ചിക്കൻ നല്ല വൃത്തിയായി കഴുകി വെള്ളമില്ലാതെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇത്രയും ഇട്ട് ചിക്കനിലോട്ടിട്ട് അല്ലെങ്കിൽ ചിക്കൻ അതിനകത്തോട്ടിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇട്ട് മിക്സ് ചെയ്തങ്ങ് വയ്ക്കണം. ദാണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കണം. ഇത് ഇച്ചിരി അരമണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്യാൻ വെച്ചേരേ, അല്ല എന്തെങ്കിലുമൊക്കെ ആവാൻ വയ്യേ. എന്നിട്ട് പിന്നെ 2 സവാള കൊത്തിയരിഞ്ഞ് 2 പച്ചമുളകും കീറി വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു പാൻ ചൂടാകാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് അതിനകത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയേ ചെയ്യരുത്, അതിന് പകരം നെയ്യ് ഒഴിക്കണം. എന്നിട്ട് അപ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. ഈ സാധനങ്ങളെല്ലാം കണ്ടോ, ഇത് 1/2 കിലോ ചിക്കൻ ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം അതിനകത്തോട്ടിട്ട് ആ ഏലക്കയൊക്കെ ഒന്ന് പൊട്ടുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിനകത്തോട്ടിട്ട് മിക്സ് നല്ലപോലെ മിക്സ് ചെയ്യണം, കൈയെടുക്കാതെ, ഇല്ലെങ്കിൽ കരിഞ്ഞു. അപ്പോൾ പിന്നെ ഗോൾഡൻ ബ്രൗൺ കളർ ഇതുപോലെ ആകുമ്പോഴത്തേക്കിന് പാകമായി എന്നർത്ഥം. എന്നിട്ട് പിന്നെ നമ്മളവിടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമായിരിക്കും അത്. അപ്പോൾ പിന്നെ അതെടുത്ത് ഇതിനകത്തോട്ടങ്ങ് തട്ടുമ്പോഴത്തേക്കിന് നല്ലപോലെ മിക്സ് ചെയ്തേരെ തട്ടിയിട്ട്. എന്നിട്ട് പിന്നെ നല്ലപോലെ മിക്സ് ചെയ്യുമ്പോഴായിരിക്കും ഓർമ്മ വരുന്നത്, അയ്യോ 2 പച്ചമുളക് ഇടാൻ മറന്നുപോയല്ലോ കീറി വെച്ചതെന്ന്. അപ്പോൾ പിന്നെ അതും എടുത്തങ്ങ് ഇട്ടേരെ, അതിനിപ്പം മറക്കണ്ട. ഇനി അത് കാരണം ചിക്കൻ എങ്ങാനും ടേസ്റ്റ് കുറഞ്ഞു പോയാലോ, അതുകൊണ്ട് പെട്ടെന്ന് അതും കൂടെ ഇട്ടേരെ. അതും ഇട്ട് അതും പിന്നെ മിക്സ് നല്ലപോലെ വഴറ്റി ഇച്ചിരി ഒന്ന് വേകട്ടെ. ചൂടൊക്കെ ആകും, ചൂട് ചെറുതായിട്ടൊന്ന് പിടിച്ച് വരും ചിക്കനകത്തോട്ട്. ആ സമയം കൊണ്ട് തൈര്, പിന്നെ പുളിയില്ലാത്ത തൈരും, പിന്നെ ഒരു 10-15 കശുവണ്ടിയും കൂടെ ഇട്ട് നല്ലപോലെ മിക്സിയിൽ നല്ലപോലെ അരച്ച് വച്ചേക്കണേ. അതാണ് ഇതിൻ്റെ സീക്രട്ട് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇച്ചിരി നല്ലപോലെ ചിക്കനൊക്കെ കുറച്ച് ചൂടായി വന്നപ്പോഴത്തേക്കിനും അതിന് ആവശ്യമുള്ള കാശ്മീരി ചില്ലി പൗഡർ, അതും പിന്നെ ഇത് മല്ലിപ്പൊടിയാണ്. എന്താ ഈ മഞ്ഞ കളറിലിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടാൽ ഇത് മില്ലിൽ കൊണ്ടുപോയി പൊടിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ആ മല്ലിപ്പൊടിയിൽ ആ കളറ് വരും. കണ്ടില്ലേ എത്രയും ആവശ്യത്തിന് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടു കാണും. ആ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് പിന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് അത് നല്ലപോലെ ഒന്ന് അതിനകത്ത് ഇട്ടിരിക്കുന്ന പെരുംജീരകപ്പൊടിയാണ്. ഞാനത് കാണിച്ചില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് കാണിക്കുന്നത്. പെരുംജീരകപ്പൊടിയും പിന്നെ 1 സ്പൂൺ, പിന്നെ ഇട്ടിരിക്കുന്നത് ഗരം മസാലയ അതും ഇട്ടേക്കണേ. അതും പൊടിച്ചതും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ അതിൻ്റെ ആവശ്യം ഇച്ചിരി നേരം ഒന്ന് വേകട്ടെ, അത് ചൂടാവട്ടെ. ആ മസാലയുടെ മണമൊക്കെ അങ്ങ് മാറുന്നിടം വരെ ഇച്ചിരി നേരം ഒന്ന് നല്ലപോലെ ചൂടാകാൻ വയ്ക്കണം. പിന്നെ എന്നിട്ട് കണ്ടോ അതിൻ്റെ കളറൊക്കെ മാറിയില്ലേ, ആ മസാലയുടെ കളറൊക്കെ മാറിയപ്പോഴത്തേക്കിന് നമ്മുടെ ആ മിക്സ് ഇല്ലയോ, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കശുവണ്ടിയും പിന്നെ തൈരൂടുള്ള ആ മിക്സ് അതിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തങ്ങ് കൊടുക്കണം. അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് ഒരു കളർ വ്യത്യാസം വരും കണ്ടോ. അപ്പോൾ പിന്നെ ഇതിനകത്തിനി ആവശ്യമുള്ള വെള്ളം കുറച്ച്, ഒത്തിരി ഒന്നും ഒഴിക്കരുത് കേട്ടോ, ആവശ്യമുള്ള വെള്ളം കുറച്ചൊഴിച്ച് അതിച്ചിരി നേരം ഒന്ന് കുറുകാൻ വെക്കണം. എന്നുവെച്ചാൽ ആ ചിക്കൻ വേകണ്ടേ, ചിക്കൻ മസാലയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെയൊക്കെ ചൂടായി കിടക്കുന്നതേ ഉള്ളൂ, വെന്തിട്ടില്ല. അപ്പം വേകാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഒരുപാട് വെള്ളം ഒഴിക്കരുത്, വെച്ച് ഇച്ചിരി നേരം ഒന്ന് വേകട്ടെ. വെന്ത് വരുമ്പോഴത്തേക്കിന് ആ മസാലകളെല്ലാം കുറുകി എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആവശ്യത്തിന് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇട്ടോണം. പിന്നെ മല്ലിയില അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കറിവേപ്പിലയുമാണത്. പിന്നെ അതൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം.